അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെൽറ്റ് മുണ്ടും തോർത്തെല്ലാം ഇട്ടിട്ടുണ്ട്. അതെ, എന്താ പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ അച്ഛൻ്റെ ഇന്ന് ബാവു അല്ലേ? അതെ, ബാവായതുകൊണ്ട് നമ്മൾ ഇന്ന് അച്ഛനക്ക് പിണ്ടപ്പെടാൻ അപ്പോൾ ആ ചടങ്ങാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് പച്ചവെള്ളം കിട്ടും. നമുക്കതെല്ലാം വീട്ടിൽ പോയിട്ട് കാണാം. കൂടെ ധന്യയും ഉണ്ട്. കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടായി ഇതേപോലത്തെ ചടങ്ങാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഈ പിണ്ടമിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കൂടി. അമാവാസ്യ ശ്രാദ്ധം. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ നമ്മുടെ ഉണ്ടാവണം. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അവരാണല്ലോ നമുക്ക് ജന്മം തന്നത്. നമ്മുടെ വളർച്ചയിലും നമ്മുടെ കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ, നമ്മളൊന്ന് വീഴുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അങ്ങനെയൊക്കെ നോക്കി നടത്തി നമ്മളെല്ലാം നമ്മുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴും നമ്മുടെ അച്ഛനും അമ്മമാരായിരിക്കും. മറ്റാരേക്കാളും അവരുടെ അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹം വേറെ ലോകത്തില്ല. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം പോലും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം മനസ്സിലുണ്ടാവണം. എല്ലാ പിതൃക്കൾക്കും, നമ്മുടെ ഗുരുക്കന്മാർക്കും, മറ്റുള്ള മരിച്ചുപോയിട്ടുള്ള അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള എല്ലാ ബന്ധുക്കൾക്കും വേണ്ടി ചെയ്യുന്ന ചടങ്ങാണ്. നന്നായിട്ട് ശ്രദ്ധയോടുകൂടി ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ സാവധാനം കേട്ട് മന്ത്രം ജപിച്ച് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലും പൂജാദ്രവ്യങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ പറയുക. അത് എത്തിച്ചതിന് ശേഷം നമ്മളത് തുടങ്ങുകയുള്ളൂ. അല്പം വെള്ളം ഒഴിക്കുക, വീണ്ടും വെള്ളം എടുക്കുക, വെള്ളം ഒഴിക്കുക. മാതൃവംശേ മൃദായേജ വിദ്രേഷ നവിദ്യതേ ആവാഹ്യേഷ്യ താൻ സർവാൻ ഇദമസ്തു തിലോദകം നമഃ. അപ്പോൾ 5 മണി തന്നെ ഒരുപാട് ആൾക്കാർ ഈ ചടങ്ങെല്ലാം കഴിച്ചിട്ട് പോയിന്. അതന്നെ ഇവിടെ ഇത്രയെല്ലാം സാധനങ്ങൾ കാണല് ആ ചടങ്ങാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുമല്ലേ അത്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് സമാധാനത്തിൽ നമ്മളുടെ അച്ഛൻ്റെ ഈ കാര്യം ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അമ്പലത്തിൽ പൂജയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നാഷ്ട തന്നു. ഉപ്പിട്ടും കട്ടൻ ചായ. എങ്ങനെയെങ്കിലും രാവിലെ ഒന്നും തിന്നിട്ടില്ല. അപ്പോൾ ഇത് തിന്നിട്ട് പോവാല്ലേ ഏട്ടാ? അപ്പോൾ നമ്മളുടെ ചടങ്ങെല്ലായി, നാഷ്ടെല്ലാക്കി. ഇത് എന്തെടുത്തിട്ടില്ലേ? പ്രസാദം. അമ്പലത്തിൽ നിന്ന് പ്രസാദം തന്നില്ല. അപ്പോൾ രാവിലെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. പ്രസാദം കഴിച്ചിട്ട് നമുക്ക് പോവാം. ഏട്ടനും പ്രസാദം. എന്ത് പ്രസാദം ഏട്ടാ? അപ്പോൾ നമ്മൾ വന്ന് അത് ചടങ്ങെല്ലാം വൃത്തിയായിട്ടായി. ഇപ്പോൾ അവിടെ മൈക്കിൻ്റെ ഒച്ച കേട്ടുകൊണ്ട് അത് വേറെ അടുത്ത ഒരു ട്രിപ്പിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടില്ലത് നല്ല വൃത്തിയായിട്ടായി. നമുക്ക് അതിന് വീഡിയോയിൽ കാട്ടാനായിട്ടില്ല. അപ്പം നമ്മൾ ചടങ്ങിൽ ഇരുന്ന കൊണ്ട് അത് വീഡിയോ ഉൾപ്പെടുത്താനായിട്ടില്ല. അപ്പോൾ നമ്മളുടെ ചടങ്ങെല്ലാം വൃത്തിയായിട്ടായിട്ട് നമ്മൾ വീട്ടിൽ പോയുകൊണ്ട് ഇന്ന് നമ്മളുടെ അച്ഛൻ്റെ ചെറിയ ചടങ്ങുക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്ന് നമ്മളുടെ അച്ഛന്മാരിനെ വന്നിട്ട് കുറേ 5-6 കൊല്ലമായി ഇവിടേക്ക്. അപ്പോൾ ഒന്ന് ക്ലീനായിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ടേട്ടെ നമുക്ക് അച്ഛനക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ഫുഡെല്ലാം ആക്കിയിട്ട് അവിടെ ഒരു ചെറിയ പൂജയെല്ലാം ആക്കിയിട്ട് ഒരു മേൽമേലുണ്ട്. നമുക്ക് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. അമ്മ വന്നിന് നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് അവിടെ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് അമ്മൻ്റെ അടുത്ത് ബാക്കി വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അമ്പലത്തിൽ പോയി വരുമ്പോൾ അമ്മനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം അമ്മ അച്ഛൻ്റെ അതെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ചടങ്ങെല്ലാം തീർത്തിട്ട് വന്നിന്. ഇവിടെ ധന്യൊക്കെ പൊറിഞ്ഞ് പണി കിട്ടുന്നു. ഒന്ന് അവളെ ഒറ്റയ്ക്ക് ആക്കിക്കൊണ്ടില്ല. അപ്പം നമുക്ക് ഓരോ പണിയെല്ലാം എടുത്തിട്ട് വൈകുന്നേരത്തിൻ്റെ ചടങ്ങൊക്കെ റെഡി ആവാമല്ലേ അമ്മ? അപ്പോൾ ഇതാ നമ്മുടെ വീട് ഇപ്പോൾ കുട്ടി വർക്കെല്ലാം കഴിഞ്ഞിന് ഒരു വിധോ. ഇനിയും ഒരു ലേശ പണിയുണ്ട്. ഒരിച്ചിരി പണിയുണ്ട്. ആയ പിന്നെ നമുക്ക് നല്ലതായിട്ട് കാട്ടി കൊടുക്കാം. ഇവിടെ വടക്കില്ല
കടലപ്പരിപ്പ് വെള്ളത്തിൽ കിട്ടുന്നു, ചിക്കൻ കഴുകി വെച്ചിന്, ഇതിൽ അയിലയും മത്തിയും ഉണ്ട്. ഇവിടെ ഇത് ആട്ടരിച്ച തന്നെ ആട്ടരിച്ച് കഴുകി റെഡിയായിരുന്നു. അപ്പോൾ ഇത് ഇത്ര എല്ലാത്തിൻ്റെ പണ്ടാരി ഇന്ന് തന്നെയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് വയ്ക്കാൻ ഇരുന്നതിന് ഉച്ചയ്ക്ക് പച്ചക്കറി പാളൊക്കെ ഇട്ടിട്ടൊരു കറിയാക്കിന്, പിന്നെ അച്ചാറ് പപ്പടവും അമ്മയും ഏട്ടനും വെച്ചുകൊണ്ടുണ്ട്. എങ്ങനെയുണ്ട് ഏട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നോൺ വെജ് ഒന്നും ഇല്ലാണ്ട് തിന്നാൻ പാടില്ല. ഇപ്പോൾ അച്ഛൻ്റെ തിന്ന ചടങ്ങല്ലേ. അപ്പോൾ ഇപ്പോൾ പച്ചക്കറി തിന്നതിൻ്റെ ബഡ്ഡി അസലെല്ലാം കൂട്ടിയിട്ട് വൈകുന്നേരം നമുക്ക് അതെ അച്ഛൻ്റെ കാര്യമെല്ലാം പൂജയെല്ലാം കഴിഞ്ഞത് നമുക്ക് ചോറുണ്ടാം നല്ലതായിട്ട്. ഇപ്പോൾ പച്ചക്കറി മതി അല്ലമ്മാ. ഇതെന്ത് തന്നെ ധന്യ ഫുള്ള് മെനക്കെട്ടിട്ട് കുക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇതെന്ത് ഇത് ഇത് വട, ഇത് ഫിഷ് ഫ്രൈ, കബാബുക്ക് മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇനി എന്താ ആവാനുണ്ട്? എന്തെല്ലാം ആവാനുണ്ട്? നമുക്ക് എല്ലാം ആയ പിന്നെ എല്ലാം ഒന്ന് കാട്ടി കൊടുക്കാം. രണ്ടാം പ്രാവശ്യം കിച്ചണിക്ക് വന്നിന്. ഇതെന്തായിക്കൊണ്ടുണ്ട് എന്ന് പറഞ്ഞു തന്നതാ. ഇപ്പുറത്തോ ഇതെന്ത് ചിക്കൻ ഗ്രീന്. ഇവിടെ സ്പെഷ്യലായിട്ട് മുട്ട വേവുണ്ട്. മട്ടൻ കറി റെഡി ആയിന്. ഇത് വൃത്തിയൊന്നും മെനക്കെട്ടിട്ട് ആക്കിക്കൊണ്ടില്ല. പിന്നെ ഇനി ഒന്ന് ഇതിൽ എന്ത് പറയാനും പറഞ്ഞെങ്കിൽ ടേസ്റ്റ് നോക്കാണ്ടാക്കൽ അല്ലേ. ഉപ്പ് കൂടി ഉപ്പുണ്ടാ എരിവുണ്ടാകുന്ന കൂടി നോക്കുന്ന അങ്ങനെ ഇല്ല. അപ്പോൾ ഇനിയൊരു റൗണ്ടൊക്കെ വരുമ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടാവല്ലോ. പിന്നെ കുറേ മെനക്കെട്ടിട്ട് ഒറ്റയ്ക്ക് ഇതിവിടെ കാണുന്ന ഇത്ര ഫുഡും പ്രിപ്പയർ ആക്കിന്. അത് നമ്മൾ ഒരു ഇച്ചിരി തിരക്കില്ല കൊണ്ട് ഒരു ഉള്ളി കട്ടാക്കാൻ കൂടി നമ്മളുടെ സഹായം ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ എല്ലാ പണിയും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ നിങ്ങൾ ഇന്ന് ആക്കിയതിൻ്റെ? നെയ്ച്ചോറ് കയ്യിലിട്ടിട്ടൊന്ന് പൊന്തിച്ചിട്ടല്ല. നെയ്ച്ചോറ്, അയില പുളി മുളക്, കബാബ്, ചിക്കൻ കബാബ്, മുട്ട പുഴുങ്ങിയത്, സാമ്പാർ, കച്ചമ്പാർ, വട, പരിപ്പ് വട. ഇത് അച്ഛനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല തെരണ്ടി മീൻ, പായസം, പാൽപ്പായസം, 2 സൈസ് മീൻ പൊരിച്ചത്, ഇത് മീൻ ഫ്രൈ, മോര് കറി, ചിക്കൻ കറി. അവിടെ ഇലക്കലൊക്കെ നല്ലതായിട്ടുണ്ടല്ലോ. ചിക്കൻ കറി, വെറുംചോറ്, മട്ടൻ കറി, പപ്പടം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് ഇത്ര പ്രിപ്പയർ ആക്കിയിട്ടുള്ളത് ഒരു ഉപ്പ് ടേസ്റ്റ് നോക്കണം അങ്ങനെ ഇല്ലല്ലേ. ഉപ്പ് ടേസ്റ്റ് നോക്കണം അങ്ങനെ ഇല്ല. എല്ലാം ആക്കിയിട്ട് ഇവർക്ക് വെച്ച് വിളമ്പിയ പിന്നെ അതിലെന്തെങ്കിലും ഏറെക്കുറവുണ്ട് നമ്മൾക്ക് തിന്നാൻ റെഡിയാക്കിക്കൊള്ളാം. അപ്പോൾ കുറേ മെനക്കെട്ടിട്ട് ഇത്തരെല്ലാം ഒരുക്കിന് തന്നെയാണ് നമുക്ക് അടുത്ത ചടങ്ങ് എന്തിനുള്ളത് കാണാം. അപ്പോൾ നമ്മൾ വിളമ്പാൻ എല്ലാം റെഡിയാക്കി വെച്ചിന്. നമ്മൾ എന്തെല്ലാം ആക്കിന് അതിനെല്ലാം എടുത്തിട്ട് ഇപ്പം അച്ഛനൊക്കെ ഒരു ചെറിയ പൂജ എല്ലാം ആക്കിയിട്ട് മുമ്പിൽ വിളമ്പി കൊടുക്കല്. ഇതന്നെ നമ്മളുടെ വീട്ടിൽ അച്ഛനക്ക് വിളമ്പി കൊടുക്കുന്ന ചടങ്ങ്. കബാബ് വെക്കപ്പ മധ്യയിലേക്ക് ഫസ്റ്റ് വെക്കുന്ന ഇങ്ങനെ അതൊന്നു നല്ല പോന്നോ സമാധാനം.
അങ്ങനെ വിനു വിനു അത് തന്നെ കൊള്ള നമ്മൾ എങ്ങനെ വിളമ്പിട്ട് അതുമാതിരി അറിഞ്ഞ പോലെ എല്ലാം വിളമ്പിന്. പിന്നെ വീട്ടുകാർക്കും ആർക്കും ഒരു നല്ലത് നോക്കിക്കൊള്ളണം. സൂക്കെടുക്കാരെങ്കിലും വരുത്താത്ത മാതിരി. പിന്നെ തെറ്റുകുറ്റ എന്തെങ്കിലും ക്ഷമിക്കണം. അറിഞ്ഞിട്ട് അറിയാത്തങ്ങനെ എന്ത് തെറ്റാക്കിയിട്ടുണ്ടെങ്കിലും അതെ ക്ഷമിക്കണം. അവിടെ വെൽക്കുണ്ട്. നമ്മളുടെ പൂജയെല്ലാമായി. അപ്പോൾ ഇപ്പോൾ ഇത് പ്രസാദമായിട്ട് മാറിയിന്. അപ്പോൾ ഓരോരോ ഇലേൻ്റെത് ഇങ്ങനെ ഇരുന്ന് തിന്നണോ എല്ലാവരും കൂടിയിട്ട് എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ നമ്മളുടെ അവിടെ കുട്ടികളിരുന്ന് തിന്നുകൊണ്ടുണ്ട്. ഞങ്ങളിപ്പോൾ കാലത്ത് അമ്പലത്തിൽ പോയിട്ട് അവിടെ നമ്മൾ വാക്ക് പറഞ്ഞു ഇന്നവർക്ക് അവിടെ അതിൻ്റെ ചടങ്ങെല്ലാം നമ്മളാക്കി. പിന്നെ വീടുകളും കാര്യങ്ങളും അതിൻ്റെ എല്ലാം നല്ല പോലെ ആക്കി. പിന്നെ കുറെ ആള് പറയുന്നത് ഇത് സമ്പ്രദായം അല്ലാണ്. ഇത് പണ്ട് കാലത്ത് സമ്പ്രദായം അല്ല പറഞ്ഞെങ്കിൽ ഈ പിണ്ട വീടിൽ മാത്രം ഇങ്ങനെ ഈ വെച്ച് വിളമ്പിലെല്ലാം അതെല്ലാം വെറുതെ പറയുന്നുണ്ട്. അത് പണ്ട് കാലത്ത് തന്നെ ആക്കിയിട്ട് വന്ന ഈ തലമുറ ആൾക്കാരെല്ലാം നമുക്ക് പറയുന്നുണ്ട് അത് അങ്ങനെ ആക്കണോ. ഇനിയും വരുന്ന തലമുറയ്ക്ക് ബൈ ചാൻസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ആക്കിയിട്ടില്ല പറഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിലൊരു ബസ്മായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ആക്കിയിട്ടില്ലല്ലേ, നമ്മുടെ മനസ്സിലും നമ്മുടെ കുട്ടികളുടെ മനസ്സിലും ഇങ്ങനെ ആക്കിയിട്ടില്ല, എല്ലാവർക്കും വെച്ച് വിളമ്പിയിട്ടില്ല എന്നൊരു ബസ്മ ഉണ്ടാവും. അതുകൊണ്ട് നല്ല പോലെ നമ്മൾ വിളമ്പി കൊല്ല അല്ലമ്മ എല്ലാ കൊല്ലവും ഇതേപോലെ വിളമ്പും. എല്ലാവരും ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാക്കാനുള്ള ഉദ്ദേശം നമ്മൾ ഈ ചടങ്ങ് എങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ആൾക്കാർക്കെല്ലാം അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാക്കിന്. അതെ. അപ്പോൾ ഇതന്നെ നമ്മളുടെ അച്ഛൻ്റെ ഇന്നത്തെ ചടങ്ങ്. അപ്പോൾ ഏട്ടനും കുട്ടികളുടെ കൂടെ എനിക്ക് കുട്ടികളുടെ കൂടെ കൂടി ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും പ്രസാദം കഴിച്ചുകൊണ്ടുണ്ട് കുട്ടികളുടെ കൂടെ. അപ്പോൾ ഇന്ന് കണ്ട വീഡിയോയിലുണ്ടായത് നമ്മളുടെ അച്ഛൻ്റെ ഇത് എന്ത് പറയുക, പിണ്ടപ്രധാനം. പിണ്ടെല്ലാം വിട്ടിട്ട് വന്നിട്ട് അച്ഛനക്ക് ഇഷ്ടമായിട്ടില്ല അങ്ങനത്തെ സാധനങ്ങളിനെല്ലാം വൃത്തിയിൽ ശുദ്ധമായിട്ട് കുക്കാക്കിയിട്ട് അച്ഛനക്ക് വിളമ്പൽ. അപ്പോൾ ഇത് ആരെല്ലാം ഇങ്ങനെ ആക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ആക്കുന്നത് എന്നുള്ളതിനെ കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആക്കിന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബായ്.